ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. കുറേ നാളായല്ലോ കണ്ടിട്ട്. സാറേ ഇന്ന് OP ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. ക്വൈറ്റ് ബിസി. സാറേ ഇൻഫെർട്ടിലിറ്റി നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാണുന്നുണ്ട് സാറേ. സാറിൻ്റെയൊക്കെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ സാർ ഇപ്പം ഓൾമോസ്റ്റ് 45 വർഷമായല്ലോ ഈ ഫീൽഡിൽ വന്നിട്ട്. അന്നത്തെ ഒരു കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫെർട്ടിലിറ്റി കൂടുതലായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? No, it is definitely increased. First thing is, earlier the people used to get married earlier. Much earlier. 18, 19 ഒക്കെ ആകുമ്പോൾ അവർ കല്യാണം കഴിക്കും. And they didn't mind waiting for 2-3 years for the first child to come. They were not so apprehensive. ഓക്കെ. ഇപ്പോൾ ഉള്ള കാര്യം വെച്ചാൽ അവർ ലേറ്റ് മാരേജ്, and after marriage also they wait for 2-3 years for some settling down or being financially independent. അത് കഴിഞ്ഞ് when they become little anxious about things, and then they're in a hurry to become pregnant. So that is one. So late marriage and prolonging pregnancy. So now even the average age of marriage is 27 plus. അതെ. അപ്പോൾ ഇവരെല്ലാവരും ഓക്കെ, നമുക്ക് എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ, അപ്പം നല്ല വിധത്തിൽ സെറ്റിൽ ആവണം, അതിനുശേഷം കുട്ടികൾ മതി എന്നുള്ള ചിന്ത നല്ലതാണ്. പക്ഷെ ഇവരെല്ലാം അവരുടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നത് മിസ് ചെയ്യുന്ന ഒരു സെനാരിയോ പലപ്പോഴും കാണുന്നു. That's a very important point, because the best age to become pregnant is between the age of 20 and 30. 20 and 30. Now, after the age of 30, നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറഞ്ഞു വരും. തീർച്ചയായിട്ടും അതെ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഫ്രം 30 വയസ്സാണെങ്കിൽ യു സ്റ്റാൻഡ് എ ചാൻസ് ഓഫ് അബൌട്ട് ലെസ് ദൻ 20% ഇൻ വൺ സൈക്കിൾ. ബൈ ദ ടൈം യു ആർ 50, ഇറ്റ്സ് ഓൾമോസ്റ്റ് സീറോ. സോ ഫ്രം 30 ഓൺവേർഡ്സ് ഓരോ വർഷം കഴിയുമ്പോഴും യു ആർ ലൂസിങ് സം ചാൻസ് ഓഫ് യുവർ പ്രഗ്നൻസി. അല്ല, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഒരു കുട്ടി എന്നുള്ള ഒരു സ്വപ്നത്തെക്കാൾ ഉപരി ഇപ്പൊ പലപ്പോഴും 2-3 കുട്ടികൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർ ആദ്യത്തെ കുട്ടി തന്നെ ഇത്രയും ഡിലേ ആക്കിയാല് ബാക്കി മോറോളസ് ഇല്ല. ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് രണ്ടാമത്തെ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് ശരിക്കും നമ്മളൊരു നല്ല ഡിഫിക്കൽട്ട് കേസസുമാണ് ഇത്. ബിക്കോസ് ആദ്യത്തെ പ്രഗ്നൻസി വളരെ എളുപ്പത്തിൽ വന്നിട്ടുണ്ടാവും, പിന്നെ അവർ പുഷ് ചെയ്ത് വെച്ച് പിന്നെ കോവിഡായി. ദെൻ സെക്കൻഡ് ബേബിക്ക് വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നു, അവർ ശരിക്കും മെനക്കെടും, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും സംഭവിക്കത്തില്ല. So that's a very alarming situation. Yeah, because as it is first pregnancy ആകുമ്പോൾ തന്നെ very often they are 30, 32. Then they leave a gap of 2-3 വർഷം ഗ്യാപ്പ് ഇടും. By the time they are 35. True. Ideally you 35 മുമ്പ് we should finish the family. Sure. That's the best. But then it doesn't work out like that, because most of the people want their ഒരുമാതിരി സെറ്റിൽ ആയി കഴിഞ്ഞ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ തന്നെ they are 30 plus. സാറേ, ഈ ഇൻഫെർട്ടിലിറ്റി നമുക്ക് സാർ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നേരത്തെ ഓക്കെ കരിയർ ഗോൾസ് ഒക്കെ ഉണ്ട്, പക്ഷേ ആർക്ക് ഇൻഫെർട്ടിലിറ്റി വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? സാർ എങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സപ്പോസ് എ മാരീഡ് കപ്പിൾ കംസ് ടു യു, ഇപ്പോൾ സാറിൻ്റെ 45 വർഷത്തെ ലെഗസി ഉണ്ട്, ഇപ്പോൾ സാറിൻ്റെ കൂടെ പ്രസവിച്ച കുട്ടികളെ സാറ് കാണുന്നുണ്ട്, ഇപ്പോൾ അവരുടെ കല്യാണത്തിനൊക്കെ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെയുള്ള സെനാരിയോ വരുമ്പോഴത്തേന് സാർ അവർക്ക് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക അബൌട്ട് ഫെർട്ടിലിറ്റി? ഇപ്പോൾ ഒരു ഫെർട്ടിലിറ്റി കൺസേണിൽ അവർ വരുവാണെങ്കിൽ ഐഡിയലി എല്ലാ കപ്പിൾസും they should go for a preconception counseling. Okay. After marriage, they should go to a good doctor, have a discussion about their age, about their planning, when they want to become pregnant, and whether they both are healthy. Even if they wait for suppose somebody is 23-24 വയസ്സുണ്ട്, there is no harm if they wait for 2 or 3 years. ആരെങ്കിലും 30 വയസ്സിൽ വന്നാൽ the doctor will definitely not say you wait for 2-3 years. And an initial checkup is always advisable. അപ്പോൾ പലപ്പോഴും there may be something, because 10-15% of all couples are likely to have some problem with them which is not diagnosed. So ഇപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞ് തന്നെ അത് അറിയാൻ പറ്റുവാണെങ്കിൽ we can say that എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ, there's any harm in waiting for some time to become. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇപ്പോൾ ഒരു കപ്പിൾ വരുവാണ്, ഒരു എത്ര സമയം അവർ ട്രൈ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, കുട്ടികളായിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവൻ ദോ അവർ പ്രഗ്നൻസി ആവാൻ പിന്നെ താല്പര്യപ്പെടുന്നുള്ളൂ എങ്കിൽ പോലും ഈ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേനും ഒരു ബേസിക് ഇവാലുവേഷൻ നടത്തി ഐ ക്യാൻ വെയിറ്റ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതല്ല. If they have not done a preconception counseling, definitely 6 മാസം നോക്കിയിട്ട് suppose they have any problem, they should I think have a basic medical checkup and rule out both the
ഹസ്ബൻഡ് വൈഫ് നോർമൽ ആണോ, വിത്ത് ഹാവ് എനി പ്രോബ്ലംസ് ഉള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ബെറ്റർ ടു മീറ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് റിഗാർഡിംഗ്. സാർ അത് എനിക്കൊരു ചോദ്യമാണ്. ബിക്കോസ് ഐ എം എൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിനെ കാണുമെന്ന് പറയുമ്പോൾ അതിനൊരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് ഭയങ്കരമായിട്ട്. ബിക്കോസ് വന്ധ്യത ഒരു ശാപമാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു നോഷനുള്ള സൊസൈറ്റിയാണ്. അപ്പം ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ ആദ്യം തന്നെ കാണുമെന്ന് നിർബന്ധമുണ്ടോ? ബിക്കോസ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഒരു ജനറൽ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബേസിക് ഒബ്സ്റ്റട്രീഷ്യൻ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 60% ഇൻഫെർട്ടിലിറ്റി ഈസിലി ഡിറ്റക്ട് ചെയ്യാനും ഈസിലി മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ അവർ ആദ്യം തന്നെ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോവാന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ശരിയാണ്. ബട്ട് ദെൻ വെരി ഓഫൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദേ ഗോ ടു എ ജനറൽ പ്രാക്ടീഷണർ ഓർ ദ ഫാമിലി ഫിസിഷ്യൻ ആൻഡ് ഇൻവേരിയബിളി ദേ ഗിവ് സം സോർട്ട് ഓഫ് എ ട്രീറ്റ്മെന്റ്. ഇപ്പം ഒന്നും ആവശ്യമില്ലെങ്കിൽ ഓവുലേഷൻ നടക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നു, ഹാർമോൺസ് എന്തെങ്കിലും കൊടുക്കുന്നു. സോ നോട്ട് നെസസറി എൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ബട്ട് go to a good, reliable gynecologist and tell your problem. So it's not that immediately you start on treatment. അതെ, അതൊരു വളരെ പീസ് ഓഫ് അഡ്വൈസ് ആണ്. ബിക്കോസ് നമ്മളൊരു പ്രോബ്ലം വന്നാൽ ഉടനെ തന്നെ വലിയ ട്രീറ്റ്മെന്റിലോട്ട് പോവാതെ അവർക്കൊരു ബേസിക് അഡ്വൈസ് കൊടുക്കുക. ഇപ്പം ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് പല യങ് കപ്പിൾസും ദേ ഹാവ് ഫേസിങ് ലോട്ട് ഓഫ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ടൈം ഇന്റർകോഴ്സ് വരില്ല, ഐ മീൻ ഓവുലേഷന്റെ സമയത്ത് റിലേഷൻ കീപ്പ് ചെയ്യണം, ആ ഒരു ബേസിക് അവയർനെസ് അത് പോട്ടെ, ഹൗ ടു ഡു സെക്സ് ഇതുപോലും അറിയാൻ മേലാത്ത കുറെ കപ്പിൾസ് വരുന്നുണ്ട്. നമ്മൾ മെഡിക്കൽ സയൻസിൽ നോൺ കൺസ്യൂമേഷൻ എന്ന് പറയും, അത് അത്ര ഫ്രീക്വന്റ് ആയിരുന്നു. Now it is very frequent. Okay. When we expect that in spite of education, people are well informed with all the new technologies, but we find the sexual problems are more common now. പഴയത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. ഒരു 40-45 ഇയേഴ്സ് മുമ്പ് നമുക്ക് ആർക്കും സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. മേ ബി ദേ ലേൺ ഇറ്റ് ഫ്രം ദ ഫാമിലി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് നൗ യു ഫൈൻഡ് ദാറ്റ് surprisingly there are so many cases where they have not had sex for 1 year, 2 years, or even 5 years. Up to 5 years, we have seen that after marriage they have not had sex. They are almost living like partners, like sister and brother. അല്ല സാറേ, ഈ കണ്ടീഷൻസിൽ നമുക്ക് കുറെ പേഷ്യൻസ് ഇങ്ങനെ കാണാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കറക്റ്റ് പീസ് ഓഫ് അഡ്വൈസ് കിട്ടി, അവർക്ക് ആ അഡിക്വേറ്റ് ടൈം ഫ്രെയിം നമ്മൾ കൊടുത്താൽ ദേ വിൽ കൺസീവ് സ്പോണ്ടേനിയസ്ലി. പക്ഷെ പലപ്പോഴും അവർ മിസ്ഗൈഡഡ് ആയിപ്പോയി, റാദർ ഗോയിങ് ഫോർ ലാപ്രോസ്കോപ്പി, എൻറ്റയർലി ഡിഫറെന്റ് ലൈനിൽ പോകും. അപ്പോൾ നമ്മൾ ആ കോർ ഇഷ്യൂ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. That comes in the initial assessment itself. You should get into what exactly is the right from the sexual history. We have to take everything. തീർച്ചയായിട്ടും സാറേ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് PCOD. ഇപ്പം ഒരു 20-25 വയസ്സിൽ കുട്ടികളിലെ മെജോറിറ്റി ആൾക്കാർ, എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ പീരിയഡ്സ് ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന പേഷ്യൻസ് ഒരു നമ്മുടെ OP വരുന്നതിൽ 80% ആൾക്കാരും അത് തന്നെയായിരിക്കും. ആ കുട്ടികളുടെ ഒരു നല്ല ശതമാനം ആൾക്കാരും PCOD ആണ്. ഇപ്പൊ PCOD നമുക്ക് എല്ലാം അറിയാം, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, വെയിറ്റ് കുറച്ച് ഇത് മാറും. പക്ഷേ നമ്മൾ എത്ര വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞാലും ഇവരാരും ഇത് കേൾക്കില്ല. പക്ഷേ ദേ ആർ റെഡി ടു സ്പെൻഡ് എൻ നമ്പർ ഓഫ് മണി ഫോർ ട്രീറ്റ്മെന്റ്. അപ്പം നമുക്ക് ഈ PCOD മൂലം ഉണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതിരോധിക്കുന്നതല്ലേ നല്ലത്, അതൊന്നും ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ. ഡെഫിനറ്റ്ലി, ബിക്കോസ് ജനറലി ഇപ്പം എല്ലാവരും പറയും PCOD ഇൻസിഡൻസ് about 10-15%. 1 in every 10 girls. So actually, when you go to look at the present population, you find it's much higher, but they have a very subtle form of PCOD. They have irregular periods, obesity, so we don't actually brand them as a PCOD. But they are people who have tendency. Actually, we should catch them at that age. At the age of 12, 13, 14, that's the time when they put on a lot of puppy fat. And that is the one which later on leads to the problem. So, right, we should have a teenage clinic and we should advise them about the diet and exercise and the lifestyle modification, because that is very, very, very important. Sir, നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയും. ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും. അപ്പോൾ അവർ പറയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല. എക്സസൈസ് ചെയ്യണമെന്ന് പറയും, ഞാൻ ഇത്ര ദൂരം എല്ലാ ദിവസവും നടക്കുന്നുണ്ടോ, അല്ലെ വീടിന് ചുറ്റും 10 റൗണ്ട് എടുക്കുന്നുണ്ടെന്ന് പറയും. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടക്കുമോ? സാറിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഇത് അഡ്വൈസ് ചെയ്യുന്നത്? സോ ആ സമയത്ത് ആക്ച്വലി വി ഹാവ് ടു സിറ്റ് ഡൗൺ വിത്ത് ദം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു കൺവിൻസ് ദം.
the teenagers are very difficult to convince. അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ immediately they don't like to listen. They don't listen to their parents also. So they get up late in the morning, they sleep late in the night, they have a lot of junk food, majority of them, and this is very difficult for them to wean off from that. So you should tell them that this is going to affect you in future, it is going to affect their appearance, it is going to cause problems, even diseases later on in life like diabetes. So everybody is concerned about their appearance. And I mean, especially teenagers, they're very much concerned about their appearance. So if you tell them that you're going to get excessive hair growth or excessive acne or pimples, naturally they will be a little more careful. It is probably a little better to scare them also at this stage so that they will be a little afraid at what is going to happen in future. So we should catch them at that age and spend some time. And I think we should take at least 15 to 20 minutes for the child to make them understand. They should be convinced that we are doing സാറേ അതൊരു ടീനേജിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് സേ ഇപ്പോൾ ഒരു 6 monthsiനിടയ്ക്ക് തന്നെ ഇറഗുലർ പീരീഡ്സ് ആവുന്ന കപ്പിൾസ് വരുമല്ലോ. അപ്പം 6 monthsേ ഉള്ളൂ, ആ ഒരു സോഷ്യൽ ട്രീറ്റ്മെന്റ് ക്യാച്ചപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ ആൾക്കാർക്കും സാറി പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. ബിക്കോസ് അവരെ കൂടി നമ്മൾ ആ ട്രസ്റ്റിൽ എടുക്കുവാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ സ്പോണ്ടേനിയസ്ലി ഈ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടും. സ്പോണ്ടേനിയസ്ലി പ്രഗ്നന്റ് ആവുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ generally this obesity has become a pandemic. അതെ. And most of the നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു 10-40 വർഷം മുമ്പ് മേ ബി 1 out of 10 ആൾക്കാർ they were slightly obese. Now probably 9 out of 10 they are obese and even in antenatal clinic. And same thing is happening to youngsters also. അപ്പം നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് അഡ്വൈസ്. സാറേ ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ന്യൂസാണ് ഈ പുരുഷ വന്ധ്യത കൂടുന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യ ടുഡേയിൽ ഏതൊരു മാഗസിനിലൂടെ കണ്ടു ദ മെയിൽ ഫെർട്ടിലിറ്റി ഓഫ് മെയിൽസ് ഇൻ ഇന്ത്യ ഈസ് ഡിക്ലൈനിങ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം എൻ്റെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരുഷൻ്റെ ഒരു പ്രാവശ്യം 7 tests നോക്കിയാൽ അത് നോർമലാണെങ്കിൽ പിന്നെ പുള്ളിയെ നോക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 2 to 3 months കൂടുമ്പം ഐ റിപ്പീറ്റ്ലി ഡു ദ 7 tests ടു ചെക്ക് whether that particular individual is good or bad, because അത്രയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ആണ് കാണുന്നത്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? Definitely initially the males അവർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഇൻഫെർട്ടിലിറ്റി എപ്പോഴും they used to concentrate on the females. But now the modern generation, the first visits, they're all willing to get a semen analysis done. And yes, generally we find that the quality of the semen has been decreasing over the past few decades. Probably the food, the pollution in the whatever the food that we take, including the water. അല്ല സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി സ്മോക്കിംഗ്, ആൽക്കഹോൾ ആൻഡ് ദിസ് ഡ്രഗ് അബ്യൂസ്, ഈ 3 കാര്യങ്ങളും നമ്മുടെ സെമന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡിറ്റോറിയേറ്റ് ചെയ്യുന്നതാണ്. Alcohol is very rampant in Kerala. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മൾ ഈ ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ അനാവശ്യമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ അങ്ങനെയൊക്കെ കുത്തിവെക്കും. ഈ പലർക്കും അറിയത്തില്ല, ഈ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 6 packs വരും, പക്ഷേ സെമൻ അനാലിസിസ് 0 ആയി പോകും. അപ്പം ആ ഒരു അവയർനെസ് പല യങ് ക്രൗഡിനും ലാക്കിംഗ് ആണ്. That's true. പിന്നെ ഏജ് ഓഫ് ദി മെയിൽ, പലപ്പോഴും നമ്മൾ പറയും പുരുഷന് പ്രായമായാലും അതിന് കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു IVF ഫിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണ്, ഈ സ്പേമിന്റെ ക്വാളിറ്റി എന്നുള്ള സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഏജ് കൂടുമ്പോൾ ഹെൽത്തി സ്പേംസ് വെച്ചാൽ ഇപ്പം പുരുഷന്റെ പ്രായം കൂടി കഴിഞ്ഞിട്ട് കുട്ടികളാകുമ്പോൾ ആ കുട്ടികൾക്ക് ഓട്ടിസം വരാനുള്ള സാധ്യതയൊക്കെ കൂടി, അങ്ങനെ ചില പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും മെയിൽ ഫാക്ടർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അല്ല, അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് ന്യൂവർ സ്റ്റഡീസ് കാണിക്കുന്നത് 50% ഓഫ് ഇൻഫെർട്ടിലിറ്റി ഈസ് ഡ്യൂ ടു മെയിൽ ഫാക്ടർ, 50%. അപ്പം അത് നമ്മൾ നല്ല വിധത്തിൽ ഹാൻഡിൽ ചെയ്യണം. അതിന്റെ ഒരു അവയർനെസ് പൊതുജനത്തിന് ഉണ്ടാവുകയും വേണം, ഈ ഒരു മെയിൽ ഫാക്ടർ കാരണമാണെന്നുള്ളത്. റിപ്പീറ്റഡ് അബോർഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് ബിക്കോസ് റിപ്പീറ്റഡ് അബോർഷൻ, റിക്കറന്റ് പ്രഗ്നൻസി ലോസ് പറയും, 5-6 പ്രാവശ്യം അബോർഷൻ ആയി പോവാം. അത് പണ്ട് നമ്മൾ മെയിൽ ഫാക്ടറിനെ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തത്തില്ലായിരുന്നു. പക്ഷേ ഈ സ്പേമിന്റെ DNA ഫ്രാഗ്മെന്റേഷൻ, സ്പേമിന്റെ ജനിതകമായ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഗർഭം അലസി പോകുന്നതിന് കാരണമാണ്. അതുകൊണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല, അത് ഡെഫിനറ്റ്ലി ഓൺ ദ റൈസ് തന്നെയാണ്. So both age in
Males and females, age is very important. ഐ മീൻ ആസ് എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഞാൻ എൻ്റെ പേഷ്യൻസിനെ എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രായം. Right. ഫീമെയില് ഇപ്പൊ 35 വയസ്സേ ആയോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 35 വയസ്സായി എന്ന് ഞാനൊരു ഹൈലൈറ്റ് കൊടുക്കും. In terms of fertility, that's old age. ദാറ്റ് ഇസ് ഓൾഡ് ഏജ്. അതെ, തീർച്ചയായിട്ടും. സാറേ, നമ്മൾ കുറെ സംസാരിച്ചു. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഒരു യങ് കപ്പിൾ അവർക്ക് ഓക്കെ അവരുടെ ഫാമിലി എക്സ്പാൻഡ് ചെയ്യണമെന്നൊരു താല്പര്യം തുടങ്ങി. അങ്ങനത്തെ ഒരു കപ്പിളിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്താ? സാറിൻ്റെ ഒരു 40-45 വർഷത്തെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു വിസ്ഡത്തിൽ നിന്ന് സാറിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്? First thing, of course, we are not എല്ലാവരോടും 18-19 ആകുമ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ല. But don't delay your pregnancy for very long. If by any chance, if whether you want to postpone your pregnancy for 3 or 5 years for some reason, really good, important reason, then always have a preconception counseling. See whether both the partners are absolutely normal, they are healthy, and they have no obvious cause to be worried about as far as their fertility is concerned. And if you're nearing the age of 30, please don't delay too much. In spite of all the other restrictions, it is better that you try and find a slot or find time to become pregnant. ഓക്കെ സാറേ, താങ്ക് യു.